കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് നമ്മൾ ഓണം എക്സാം 2024 റിവിഷൻ ക്ലാസ്സിൽ STD4 മലയാളമാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നേ. മലയാളം. ഓക്കെ, റെഡിയാണോ? ആർ യു റെഡി? യെസ്. അപ്പോൾ മലയാളത്തിൽ നിന്നും ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ആദ്യം നമ്മൾ പഠിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണമേ എഴുതാൻ കാണത്തുള്ളൂ. ടീച്ചർ അതിൽ കൂടുതൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതാണോ ഓർമ്മയുള്ളത് അത് നിങ്ങൾ എഴുതണം. ഓക്കെ, കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ. പത്തായം പേറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടാകും. പത്തായം പേറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. ഞാറുറച്ചാൽ ചോറുറച്ചു. ഞാറ് അറിയാലോ, പാടത്ത് ഞാറ് നടുന്നത്. അപ്പോൾ ഞാറ് ഉറച്ചു കഴിഞ്ഞാൽ ചോറുറച്ചു. ഞാറുറച്ചാൽ ചോറുറച്ചു. മൂന്നാമത്തേത് പതിവില്ലാത്ത അല്ല, പതിരില്ലാത്ത കേട്ടോ. പതിരില്ലാത്ത കതിരില്ല. പതിരില്ലാത്ത കതിരില്ല. പതിരില്ലാത്ത കതിരില്ല. വായല്ല, രായാണ് കേട്ടോ. പതിരില്ലാത്ത കതിരില്ല. വിത്ത് വിറ്റ് വിരുന്നൂട്ടരുത്. വിത്ത് വിറ്റ് വിരുന്നൂട്ടരുത്. വിത്ത് നമ്മൾ അടുത്തതിന് ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ വിരുന്നിനായിട്ട് ഊട്ടാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിത്തുണ്ടോ? ഇല്ല. അപ്പോൾ വിത്ത് വിറ്റ് വിരുന്നൂട്ടരുത്. അഞ്ചാമത്തത് ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ. ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. ഇതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമേ എഴുതാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രണ്ടെണ്ണം നല്ലതുപോലെ പെട്ടെന്ന് അങ്ങ് പഠിച്ചോളൂ കേട്ടോ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രണ്ടെണ്ണം നല്ലതുപോലെ പഠിച്ചു വെച്ചോളൂ. പത്തായം പേറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. അതല്ല എളുപ്പമെങ്കിൽ ഞാറുറച്ചാൽ ചോറുറച്ചു പഠിക്കാം. അതും പറ്റില്ലെങ്കിൽ പതിരില്ലാത്ത കതിരില്ല. അല്ലായെങ്കിൽ വിത്ത് വിറ്റ് വിരുന്നൂട്ടരുത്. ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, നമുക്ക് പത്തായങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട്? നമുക്ക് പത്തായങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നമുക്ക് പത്തായങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലെന്ന് ലേഖകൻ എന്തുകൊണ്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? പത്തായത്തിലായിരുന്നു പഴയ കാലത്ത് ഒരു വീട്ടിലെ വിലപിടിപ്പുള്ള എന്തും സൂക്ഷിച്ചിരുന്നത്.
പഴയ കാലത്ത് വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് എന്തിലാ? പത്തായത്തിലാണ്. പത്തായത്തിലായിരുന്നു പഴയ കാലത്ത് ഒരു വീട്ടിലെ വിലപിടിപ്പുള്ള എന്തും സൂക്ഷിച്ചിരുന്നത്. നെല്ലും വിത്തും സമ്പാദ്യവും എല്ലാം അവർ സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലായിരുന്നു. നെല്ലും വിത്തും സമ്പാദ്യവും എല്ലാം സൂക്ഷിച്ചിരുന്നത് എന്തിലാ? പത്തായത്തിലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കൃഷി കുറഞ്ഞു. കേരളത്തിൽ കൃഷിയുണ്ടോ പഴയ കാലം പോലെ? ഇല്ല. കേരളത്തിൽ കൃഷി കുറഞ്ഞു. നമുക്ക് നെല്ലില്ല. കൃഷി കുറഞ്ഞാൽ നെല്ലുണ്ടോ? ഇല്ല. ഇപ്പോൾ കേരളത്തിൽ കൃഷി കുറഞ്ഞു, നമുക്ക് നെല്ലില്ല. നമ്മൾ നെല്ലെടുക്കുന്നതും അരിയെടുക്കുന്നതും വച്ചുണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത്, നമുക്ക് കിട്ടുന്ന നെല്ലും അരിയൊക്കെ എവിടെന്നാ? നമ്മൾ നെല്ലെടുക്കുന്നതും അരിയെടുക്കുന്നതും വച്ചുണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാണ്. അപ്പോൾ പിന്നെ പത്തായങ്ങൾ വേണ്ട എന്നാണ് ലേഖകൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തായിരുന്നു പത്തായം ഇപ്പോൾ ആവശ്യമില്ലെന്ന് ലേഖകൻ പറയുന്നത്? എന്തുകൊണ്ടാ? പത്തായത്തിലായിരുന്നു പഴയ കാലത്ത് ഒരു വീട്ടിലെ വില പിടിപ്പുള്ള എന്തും സൂക്ഷിച്ചിരുന്നത്. നെല്ലും വിത്തും സമ്പാദ്യവും എല്ലാം അവർ സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കൃഷി കുറഞ്ഞു, നമുക്ക് നെല്ലില്ല. നമ്മൾ നെല്ലെടുക്കുന്നതും അരിയെടുക്കുന്നതും വച്ചുണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാണ്. അപ്പോൾ പിന്നെ പത്തായങ്ങൾ വേണ്ട എന്നാണ് ലേഖകൻ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഭക്ഷണശീലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഭക്ഷണശീലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മലയാളിയുടെ ഭക്ഷണശീലങ്ങൾ മാറി. മലയാളിയുടെ ഭക്ഷണശീലങ്ങൾ മാറി. ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം എന്ന രീതി മാറി. പണ്ടെങ്ങനെയായിരുന്നു? ചക്കയും മാങ്ങയും ചേനയും ചേമ്പും താളും തകരയും ഇങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെ ഇങ്ങനെയുള്ള മുമ്മാസം എന്ന രീതി മാറി. ഇപ്പോഴോ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഇന്ന് കാണുന്നത്. പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന രീതിയാണെന്ന് കാണുന്നത്. പെറോട്ടയും ഇറച്ചിയും കുപ്പികളിൽ അടച്ചു വരുന്ന പാനീയങ്ങളും നമ്മൾ ധാരാളമായി കഴിക്കുന്നു. ഇന്നോ പെറോട്ടയും ഇറച്ചിയും കുപ്പികളിൽ അടച്ചു വരുന്ന പാനീയങ്ങൾ ഇതുപോലുള്ളവ എന്ത് ചെയ്യുന്നു? ബേക്കറി പലഹാരങ്ങളൊക്കെ ധാരാളമായി കഴിക്കുന്നു. അവയിൽ ചേർന്ന നിറവും മണവും രുചിയും നൽകുന്ന രാസവസ്തുക്കൾ സമ്മാനിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നാം അറിയുന്നില്ല. അപ്പോൾ ഈ കുപ്പികളിൽ വരുന്ന പാനീയങ്ങളിലും നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ആഹാര സാധനങ്ങളിലും നിറത്തിനും മണത്തിനും രുചിക്കും ചേർക്കുന്ന രാസവസ്തുക്കൾ നൽകുന്ന രോഗങ്ങളെക്കുറിച്ച് നാം അറിയുന്നില്ല. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, വൃക്ക തകരാറുകൾ തുടങ്ങി മാരകമായ രോഗങ്ങൾക്ക് നാം അടിമകളാകുന്നു. ഇങ്ങനെ പുറത്തു നിന്നും ആഹാരം നമ്മൾ സ്ഥിരമായി കഴിക്കുമ്പോൾ എന്ത് വരുന്നു? മാരകമായ രോഗങ്ങൾക്ക് അടിമകളാകുന്നു. നാടൻ ഭക്ഷണ രീതി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം. നമ്മുടെ തലമുറയെ നാടൻ ഭക്ഷണ രീതി പരിചയപ്പെടുത്തണം. അതിൻ്റെ രുചിയും ഗുണവും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ രുചിയും ഗുണവും ഒക്കെ മനസ്സിലാക്കണം. ഇനിയെങ്കിലും പണം കൊടുത്ത് രോഗം വാങ്ങുന്ന നമ്മുടെ സമ്പ്രദായം അവസാനിപ്പിക്കണം. ഇനിയെങ്കിലും പണം കൊടുത്ത് രോഗം വാങ്ങുന്ന നമ്മുടെ സമ്പ്രദായം അവസാനിപ്പിക്കണം. അതിനായി നല്ല ഭക്ഷണശീലങ്ങൾ നാം പിന്തുടരണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടേ? നല്ല ഭക്ഷണശീലങ്ങൾ നാം പിന്തുടരണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അപ്പോൾ ഭക്ഷണശീലത്തെക്കുറിച്ചുള്ള കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കിയത്. പണ്ട് മലയാളിയുടെ ഭക്ഷണശീലം എങ്ങനെയായിരുന്നു? ചേനയും ചേമ്പും ചക്കയും മാങ്ങയും താളും തകരയും ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം എന്ന രീതി അങ്ങ് മാറി. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണെന്ന് കാണുന്നത്. പെറോട്ടയും ഇറച്ചിയും കുപ്പികളിൽ അടച്ചു വരുന്ന പാനീയങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ നമ്മൾ ധാരാളമായി കഴിക്കുന്നു. അവയിൽ ചേർന്ന് നിറവും മണവും രുചിയും നൽകുന്ന രാസവസ്തുക്കൾ സമ്മാനിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നാം അറിയുന്നില്ല. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, വൃക്ക തകരാറുകൾ തുടങ്ങി മാരകമായ രോഗങ്ങൾക്ക് നാം അടിമകളാകുന്നു. നാടൻ ഭക്ഷണ രീതി കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം. അതിൻ്റെ രുചിയും ഗുണവും മനസ്സിലാക്കണം.
ഇനിയെങ്കിലും പണം കൊടുത്ത് രോഗം വാങ്ങുന്ന നമ്മുടെ സമ്പ്രദായം അവസാനിപ്പിക്കണം. അതിനായി നല്ല ഭക്ഷണശീലങ്ങൾ നാം പിന്തുടരണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ഓക്കെ, 3 ചോദ്യങ്ങൾ പഠിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് പഠിച്ചു, പത്തായത്തെക്കുറിച്ച് പഠിച്ചു, ഭക്ഷണശീലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനും പഠിച്ചു. ഓക്കെ, പഠിച്ചില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.